നമസ്കാരം. എനിക്ക് RSSനോട്, സംഘപരിവാറിനോട്, BJPക്കാരോട് എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പം ആറ്റിറ്റ്യൂഡ് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് അതിൽ പ്രവർത്തിക്കാൻ ഞാനും കൂടി ഉണ്ടാവും. എന്നിട്ട് വേണം തൃശ്ശൂരിലെ നസ്രാണികളുടെ അഹങ്കാരം ഒന്ന് കളയാൻ. സുരേഷ് ഗോപി ചേട്ടാ, സുരേഷ് ഏട്ടാ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാനും ഉണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴേ പ്രഖ്യാപിക്കണം, പുത്തമ്പള്ളി പൊളിക്കും. പുത്തമ്പള്ളി മാത്രമല്ല സുരേഷ് ഏട്ടാ, പുത്തമ്പള്ളി മാത്രം പൊളിച്ചാൽ പോരാ, സെന്റ് തോമസ് കോളേജ് പൊളിക്കണം. സെന്റ് തോമസ് കോളേജും ലീസിനെടുത്തിട്ടുള്ളതാണ്. അത് പിന്നെ അതിൻ്റെ പൈസ നടക്കാത്തതിൻ്റെ പേരിൽ പ്രശ്നമായി വന്നപ്പോൾ പട്ടയം വാങ്ങിച്ചു എന്നൊക്കെ കേട്ട് കേൾവി. അപ്പോൾ നമുക്ക് സെന്റ് തോമസ് കോളേജും പൊളിക്കണം. ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ പഴയ കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത് സെന്റ് തോമസ് കോളേജ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു വടക്കുന്നാഥന് കുറേ ഭാര്യമാരുണ്ട്. അതിലൊരു ഭാര്യ പാർവതിയുടെ മൂത്രപ്പര ഉണ്ടായിരുന്നത് ഇപ്പോ സെന്റ് തോമസ് കോളേജ് നിൽക്കുന്ന സ്ഥലത്താണ്. സെന്റ് മേരീസ് കോളേജിലാണ് കക്കൂസ് ഉണ്ടായിരുന്നത്, അതും പൊളിക്കണം. ഗണപതിക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലമായിരുന്നു പുത്തമ്പള്ളി, അതും പൊളിക്കണം. പിന്നെ ശിവന് ഒരു ഭാര്യ ആത്മഹത്യ ചെയ്തതാണ്, സതി. പിന്നെ ഒരു ഭാര്യ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഗംഗ, തലയുടെ ഉള്ളില്. അടിയാധാരങ്ങൾ പരിശോധിച്ചാൽ ലൂർദ് പള്ളിയും വടക്കുന്നാഥന്റെ തട്ടകത്തിനകത്താണ് കേട്ടാ. അതും പൊളിക്കണം. ജോർജേട്ടൻസ് രാഗം, അതും പൊളിക്കണം. അത് മാത്രം പോരാ. തൃശ്ശൂർ എത്ര പേർക്ക് ഞാൻ പറയണേ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് അറിയാം, തൃശ്ശൂരിന്റെ അനാട്ടമി അറിയുമെന്ന് എനിക്കറിയില്ല. തൃശ്ശൂര് വടക്കുന്നാഥൻ ക്ഷേത്രത്തിന് ചുറ്റും ഒരു റോഡുണ്ട്, അതിന് സ്വരാജ് റൗണ്ട് എന്നാ പേര് പറയുക. അമ്പലത്തിന്റെ പുറത്തുള്ള പ്രദക്ഷിണ വഴിയാണോ അതത്രേ? അത് അമ്പലത്തിന്റെ സ്വത്താണ്. കാലങ്ങളെ കൊണ്ട് വഞ്ചനയാലും ചതിയാലും എന്നൊക്കെ നമുക്കിപ്പോൾ പറയാം. സുരേഷ് ഏട്ടൻ്റെ ഒപ്പം ഞാനും ഉണ്ട്, കൃഷ്ണരാജ് സാറിൻ്റെ ഒപ്പം ഞാനും ഉണ്ട്. ഞാനിനി BJPക്കാരനാവാൻ പോവാണ്. പൊളിക്കൽ പരിപാടി, കെട്ടൽ പരിപാടിയല്ല, പൊളിക്കൽ പരിപാടി. അപ്പം ഈ റൗണ്ടിലൂടെ ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നുണ്ട്. ഈ റൗണ്ട് ഞങ്ങളുടേതാണെന്ന് വർഷത്തിലൊരിക്കൽ, ഒരാഴ്ച അത് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ 4 or 5 പന്തൽ പണിയുന്നത്. 1, 2, 3, 4 പന്തൽ പണിയുന്നത്. ആ സ്വരാജ് റൗണ്ടും അടച്ചു പൂട്ടണം, അതും അമ്പലത്തിൻ്റെതാക്കണം. 2 മുസ്ലിം പള്ളികളുണ്ട്. ഒന്ന് ശക്തൻ തമ്പുരാനിൽ ബഹുമാനപ്പെട്ട ഓണംപള്ളി ഉസ്താദ് നടത്തുന്ന പള്ളി, പിന്നെ ചെട്ടിങ്ങാടി വഴിക്ക് പോകുന്ന സ്ഥലത്ത് അവിടെ ഒരു പള്ളിയുണ്ട്, മുസ്ലിം പള്ളി. അതും പൊളിക്കണം സുരേഷ് ഏട്ടാ, നമുക്ക് അതും പൊളിക്കണം സുരേഷ് ഏട്ടാ. ഇവിടം കൊണ്ട് അവസാനിപ്പിക്കരുത്. നമ്മുടെ ലക്ഷ്യങ്ങൾ മഹോന്നതമായിട്ടുള്ള ലക്ഷ്യങ്ങളായിരിക്കണം, ചെറിയ ലക്ഷ്യങ്ങളരുത് ഒരിക്കലും.
ഏതോ ഒരു കൊടിയേറ്റം സിനിമയില് കൊടിയേറ്റം ഗോപി ഒരു പാവം മനുഷ്യനായിട്ട് അഭിനയിക്കുന്ന അതിനകത്ത് KPS ലളിത ഭാര്യ, കൊടിയേറ്റം ഗോപി സാറ് അതിന് ഭർത്താവായിട്ട്. അപ്പോൾ ഒരു ലോറി കടന്നു പോകുമ്പോൾ ആ ലോറിയുടെ ചക്രം ഒരു കുഴിയിൽ വീണുന്ന അതിലത്തെ ചെളി മുഴുവൻ ഈ ഗോപിയുടെ വിലകി തെറിച്ചു. ഗോപി അതൊന്നും അറിയാതെ ആ ലോറിയിലേക്കാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇങ്ങനെ ഒരു ലോറിയിൽ കിളിയാവുമെന്ന്. അപ്പോൾ ഡ്രൈവറാവാനല്ല മോഹം, കിളിയാവണം. ലൂർദ് പള്ളിയും പുത്തമ്പള്ളിയും അവിടെയുള്ള മുസ്ലിം പള്ളികളും ജോർജ് രാഗവും സെന്റ് തോമസ് കോളേജും സെന്റ് മേരീസ് കോളേജും സെക്രട്ടേറിയറ്റ് കോൺവെന്റും സ്വരാജ് റൗണ്ടൊക്കെ പൊളിച്ചടക്കിയതിന് ശേഷം നമ്മുടെ പരമോന്നതമായിട്ടുള്ള ലക്ഷ്യം എന്താകണമെന്ന് അറിയാമോ? മക്കയിൽ ശിവലിംഗം ഇരിക്കണത് അവിടെ. മക്ക ശിവക്ഷേത്രമായിരുന്നു എന്നാ പറയുന്നത്. ആരാ പറയുന്നത്? ഞങ്ങള് തന്നെ സംഘപരിവാറുകാര്. ഇവൻ RSS ചാരനല്ല, ഇവൻ RSS തന്നെയാണെന്ന് ഒരുത്തൻ പറഞ്ഞില്ലേ, തലയെക്കെട്ടുകാരൻ, കുട്ടിക്കുറ പൗഡർ വാരി പൂശുന്ന ഒരുത്തൻ. സമ്മതിച്ചടേ. അപ്പൊ ഒരു കൊച്ചു കാലഘട്ടത്തിലേക്ക് ഇതിന് RSSകാരനാകുകയാണ് നമ്മുടെ സുരേഷ് ഏട്ടന്റെ അനുയായി അസ്മാദി. അങ്ങനെ ഞാനും സുരേഷ് ഏട്ടനും കൂടിയിട്ട് തൃശ്ശൂരത്തെ പൊളിച്ചടക്കൽ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ലക്ഷ്യം അതല്ലേ സുരേഷ് ഏട്ട? നമുക്ക് മക്കയും പൊളിച്ചടക്കണം. നമ്മളുടെ പ്രവർത്തനം ഇന്ത്യയുടെ ഉള്ളിലൊന്നും ഒതുങ്ങി നിൽക്കരുത്. അതിനെ വ്യാപിക്കണം, ഓൾ വേൾഡ് തലത്തിലേക്ക് വ്യാപിപ്പിക്കണം. ഏതായാലും കേൾക്കുമ്പോൾ കുളിര് പോരുന്നുണ്ട് കേട്ടോ. പുത്തമ്പള്ളിയുടെ സ്ഥലം, പുത്തമ്പള്ളി പൊളിക്കരുത്. അത് നമുക്ക് ഗണപതി ഓടിക്കളിച്ചിരുന്ന സ്ഥലമല്ലേ, അദ്ദേഹത്തിന് ഓടിക്കളിക്കാനുള്ള സ്ഥലമാക്കി മാറ്റണം. പാർവതിയുടെ മൂത്രപ്പരയായിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്നത് സെന്റ് തോമസ് കോളേജിൽ, അതിനെ വലിയൊരു മൂത്രപ്പരയാക്കി മാറ്റണം. പാർവതിയും തോഴികളൊക്കെയും കൂടി ഇവിടെ മൂത്രമൊഴിച്ച് രസിക്കട്ടെ. സെന്റ് തോമസ് കോളേജ് വലിയൊരു കക്കൂസാക്കി മാറ്റണം, പാർവതിക്ക് അപ്പിടാൻ. അപ്പൊ അതൊന്നും പൊളിച്ചു കളയരുത് സുരേഷ് ഏട്ടാ. ക്രൈസ്റ്റ് കോളേജ്, അതിനെ കുറിച്ച് എന്തോ ചിലത് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് ഇതൊക്കെ ഇവിടെ കേരളത്തിൽ എല്ലാം തന്നെ ബ്രഹ്മസ്വം ദേവസ്വം ആയിരുന്നു. ഇവിടുത്തെ പാവപ്പെട്ട നായന്മാർക്കോ ഇഴവന്മാർക്കോ പറയന്മാർക്കോ പുലയന്മാർക്കോ ആർക്കും ഒരു തുണ്ട് സ്ഥലം പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. ആയതുകൊണ്ട് തന്നെ അടിയാതരങ്ങളുടെ അടിയിലോട്ട് പോയി നോക്കുന്ന സമയത്ത് ഇതൊക്കെ ആകെ മൊത്തം ടോട്ടലായിട്ട് ഇത് നമ്മുടേതല്ലേ സുരേഷ് ഏട്ടാ? അപ്പൊ നമുക്ക് പരിപാടി ആരംഭിക്കാം. പൊളിക്കും ഞങ്ങൾ, തകർക്കും ഞങ്ങൾ, എന്തോ ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ, അടിക്കും ഞങ്ങൾ, പൊളിക്കും ഞങ്ങൾ, അടിച്ചു പൊളിച്ചു തകർക്കും ഞങ്ങൾ. ആ തന്നെ ഏതായാലും പുത്തമ്പള്ളി പൊളിക്കും എന്നുള്ള ഒരു പ്രസ്താവന വന്നതോടുകൂടി ഹിന്ദുക്കൾ മുഴുവൻ ഇളകി വശായിരിക്കുകയാണ്. ഇനി BJPക്ക് വോട്ട് ചെയ്തിട്ടേ ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. BJPയുടെ കുത്താൻ എവിടെയെന്നറിയോ? BJPയുടെ നെഞ്ചിൽ കുത്താൻ. ഒരു വോട്ട് കൂടുതൽ, അര വോട്ട് കൂടുതൽ, മാഹാണി വോട്ട് കൂടുതൽ കിട്ടാൻ പോകുന്നില്ല. സിറോക്സ് കോപ്പി. നല്ല കാര്യങ്ങൾ വല്ലതും പറ. ആകാശക്കോട്ട കെട്ടാതിരിക്ക്.
ഹൈലി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കേരളം ഹിന്ദുക്കളുടേതായിരുന്നില്ല. അഗസ്ത്യമുനി വന്നിട്ട് ഇവിടെയുള്ള പാവപ്പെട്ട നിഷാദന്മാരെ വിഴുങ്ങിയെന്നാ പറഞ്ഞത്, അഥവാ ഇല്ലാതാക്കിയെന്നാ പറയുന്നത്. വിന്ധ്യാശതപുരയ്ക്ക് അപ്പുറത്തുള്ള ആര്യന്മാര്, സംസ്കരിക്കപ്പെട്ടവര്, അധിനിവേശമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പിന്നീടാണ് ഇവിടുത്തെ മലനാട്ടു തമിഴില് അവർ കൊണ്ടുവന്ന സംസ്കൃതം കലരുന്നത്. അതിനുശേഷമാണ് കാവുകളെല്ലാം തച്ചു തകർത്ത് ഇവിടെ അമ്പലങ്ങൾ ഉണ്ടാകുന്നത്. മദർ ഗോഡസ് സിസ്റ്റം മാറിയിട്ട് ഫോറിൻ ദേവതകൾ ശ്രീരാമൻ ശ്രീകൃഷ്ണനൊക്കെ കയറി വന്നത്. അപ്പം അങ്ങനെ പുറകോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നില്ല, ഇവിടെ ഒരു രാമനുണ്ടായിരുന്നില്ല, ഇവിടെ ഒരു കൃഷ്ണനും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മള് പണ്ട് എന്നുള്ള കളിയുണ്ടല്ലോ, പണ്ട് എന്ന് പറഞ്ഞിട്ട് അടിയാധാരം പരിശോധിച്ച് പോകുമ്പോഴത് ഇവിടെ ഒരു തുണ്ട് ഭൂമി പോലും ഇന്ന് പറയുന്ന ഹിന്ദുക്കൾക്ക് ഉണ്ടായിരുന്നിട്ടില്ലാത്തതാകുന്നു. യെസ്, ഉണ്ടായിരുന്നില്ല. ഇടക്കാലത്ത് വന്ന ബുദ്ധന്മാര്, ജൈനന്മാര്, പെരുമ്പാവൂർ കല്ലിൽ ക്ഷേത്രം ആരുടെയാ? വടക്കുന്നാൻ ക്ഷേത്രം ആരുടെയാ? ബുദ്ധന്മാരാണ്. ശബരിമല ക്ഷേത്രം ആരുടെയാ? കൊടുങ്ങല്ലൂർ ക്ഷേത്രം ആരുടെയാ? കാവുകള്. അവരെ തെറി പറഞ്ഞും അവരുടെ ശരീരത്തിലേക്ക് വൃത്തികെട്ട മാംസം വലിച്ചെറിഞ്ഞും അവരവിടെ നിന്ന് ഓടിച്ചതിന്റെ കഥ പുറകോട്ട് വരുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ ഈ പുറകോട്ടുള്ള ഗമനം ഉണ്ടല്ലോ, അത് എവിടെയെങ്കിലും പുറകോട്ട് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ മതി എന്ന് പറയരുത്. വീണ്ടും പുറകോട്ട് പോകണം. ആദ്യമായിട്ടൊരു മനുഷ്യൻ കേരളത്തിൽ കാല് കുത്തിയ ചരിത്രത്തോളം പുറകോട്ട് പോകണം. ഇപ്പൊ ഇതെല്ലാം വന്നു കയറിയതാ. ആയതുകൊണ്ട് ഞങ്ങളുടെ ഭൂമിയാണ് ഈ ഭാരതഭൂമി, ഞങ്ങളുടെ ഭൂമിയാണ് കേരളത്തിന്റെ ഭൂമി, വടക്കുന്നാഥന്റെ മണ്ണാണ്, കോപ്പാണ് എന്ന് പറഞ്ഞ് തിളയ്ക്കരുത്. നാറും. ഇപ്പൊ തന്നെ തൃശ്ശൂർ MLA ബാലചന്ദ്രൻ അവർകള് ഹിന്ദുത്വ ശ്രീരാമനെ, നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പള്ളിപ്പറമ്പിൽ രാമനെ, അതിൽ ഹിന്ദുത്വ തൂറാമനെ എറിച്ചു നിന്ന് കേസൊക്കെയും പറഞ്ഞിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെഴുതി. അതിന്റെ പേരിൽ ലഹള നടക്കുകയാണ്. ബാലചന്ദ്രനെ എത്രയോ അധികം വർഷങ്ങളായിട്ട് എനിക്കറിയാം. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്കറിയാം. കൽപ്പറ്റ ബാലകൃഷ്ണ മാസ്റ്റർ വീട്ടിലും സരസ്വതി ടീച്ചറുടെ വീട്ടിൽ വരുമ്പോഴും എനിക്കറിയാം. പാവം മനുഷ്യനാണ് അദ്ദേഹം. ഒരു ഹിന്ദു വിരോധിയല്ല, പക്ഷെ ഹിന്ദുത്വ വിരോധിയാണ്. ആയതുകൊണ്ട് തന്നെ ഹിന്ദുക്കളുടെ രാമനെ, ശ്രീരാമനെ, അല്ലെങ്കിൽ തൃപ്രയാർത്തേവരെ, കാലങ്ങളെ കൊണ്ട് പുറത്തുനിന്ന് വന്ന ദേവതകളാണെങ്കിൽ പോലും എല്ലാവരുടെയും അന്തർഭാവങ്ങളിൽ രൂഢമൂലമായിരിക്കുന്ന സങ്കല്പങ്ങൾ അവഹേളിക്കാൻ അദ്ദേഹം വരില്ല. അദ്ദേഹം അവഹേളിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് വലിയൊരു സത്യത്തിലേക്കാണ്. പണ്ടൊക്കെ ആളുകൾ പറയാറുണ്ട്, നാരായണ ശംഭോ മഹാദേവ, അതുപോലെ രാമാ നിങ്ങൾ ഇപ്പതല്ല, ജയ് റാം, ആരുണ്ട് അവിടെ? ആ സാധനത്തിനെയാണ്, ഹിന്ദുത്വ തൂറാമനെ. ഇവിടെ പലരും പറയുന്നുണ്ട്, ചിത്ര അവരുടെ വിശ്വാസം പറഞ്ഞതല്ലേയുള്ളൂ. എത്ര സിമ്പിൾ. സുഹൃത്തെ, നിങ്ങള് ഇങ്ങനെ കൈകൊണ്ട് അടിക്കുന്നു, അതിന്റെ പേരിലുകൊണ്ട് കേസ് കൊടുക്കാൻ പറ്റുമോ? കേസ് കൊടുക്കാൻ പറ്റും. കൈകൊണ്ട് അടിക്കുന്നത് അവനവന്റെ കൈമേ ആവാൻ പാടുള്ളൂ. ആ കൈകൊണ്ട് വേറൊരാളുടെ ചെവിടുത്തടിച്ചാലോ കേസാവും. ഇത്ര കാലം ആരും പറയാത്ത നിങ്ങളെല്ലാവരും ജയറാം, ശ്രീറാം, ജയറാം എന്ന് പറയുന്നത് അവിടെ ആരും ആഹ്വാനം ചെയ്തിട്ടില്ല. അതൊക്കെ അതിന്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ വീട്ടിലും നാമം ചെല്ലുന്നുണ്ട്. പക്ഷേ ബാബരി മസ്ജിദ് തകർത്തിട്ട്
ഒന്നുകൂടി വ്യക്തമാക്കി കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ നെഞ്ച് ഇടിച്ച് തകർത്തിട്ട് അതിന്റെ മേലെ കെട്ടിപ്പൊക്കിയ ശവക്കോട്ട, അത് കയറുന്ന ദിവസം 22-ാം തീയതി നാമം ജപിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. അത് മനസ്സിലാക്കടാ. ഇവിടെ കുറെ എണ്ണം വരുന്നുണ്ട്. ചിത്ര എന്ത് പിഴച്ചു, ചിത്ര പിഴച്ചു, ചിത്രയ്ക്ക് പിഴച്ചു. വേറൊരു ദിവസം അണിയോ ഒന്നും പറയുമായിരുന്നില്ല. ഇവിടെ സിനിമാ രംഗം, കലാരംഗം, അതിന്റെ ഉത്തുംഗ പദത്തിലിരിക്കുന്ന മോഹൻലാലും മമ്മൂട്ടിയും ഉണ്ടല്ലോ, ജയസൂര്യ ഉണ്ടല്ലോ, പൃഥ്വിരാജ് ഉണ്ടല്ലോ, എത്രയെത്രയോ നടീനടന്മാര്, പാർവതി ഉണ്ടല്ലോ, മഞ്ജു വാര്യരുണ്ടല്ലോ. എന്താ ഇവർക്കൊന്നും ബുദ്ധിയില്ല ഈ കാര്യം പറയാൻ? ഒന്നുമല്ല, ഉള്ളിലുള്ള ആ സിന്ദൂരപ്പൊട്ടിയുടെ ഭാവം പുറത്തേക്ക് വന്നതാണ്. അതിനാണ് കിട്ടിയത്. അതിനാണ് എല്ലാവരും കൂടി തലയിൽ കൊണ്ടുവച്ചത്. എന്തായാലും വടക്കുംനാഥന്റെ മണ്ണ് മൊത്തത്തിൽ വാരിപ്പിടിക്കാൻ തയ്യാറെടുത്ത് വരുന്ന കൃഷ്ണരാജ് സാറിനും സുരേഷ് ഗോപി സാറിനും ഒപ്പം ഞാനുണ്ടാവും കേട്ടോ. ഹൈ, അതൊരു രസമല്ലേ? ഇങ്ങനെ പള്ളി തകർക്കുക, ക്രിസ്ത്യൻ പള്ളി തകർക്കുക, മുസ്ലിം പള്ളി തകർക്കുക, രാഗം സിനിമാ തിയേറ്റർ തകർക്കുക, അതൊക്കെ ഒരു രസമല്ലേ? അതൊക്കെ ഉണ്ടാക്കാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. അതിനിപ്പോൾ എനിക്ക് പറ്റില്ല, വയസ്സായി. ഇനി ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയതിനെ തല്ലി തകർക്കുന്നത് ഇനി അങ്ങനെയാകാം. എന്തൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ പുറപ്പെടില്ലേ നമുക്ക്? ഇവിടെ നിന്ന് തുടങ്ങി, തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി മക്ക വരെ കേട്ടോ. ഇടക്കാലത്ത് വെച്ച് ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. നമുക്ക് അവിടെ വരെ പൊട്ടിക്കണം. മക്കയിൽ വരെ നമുക്ക് പൊട്ടിക്കണം കേട്ടാ. കൃഷ്ണരാജ് സാറേ, സുരേഷ് ഗോപി സാറേ, സാറേ, അക്ഷരത്തിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ലല്ലോ. സാറേ.